അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം. അനീഷിനോട് ആദിലയ്ക്ക് എന്താ ഇത്ര പക? മണിച്ചിത്രത്താളിലെ നാഗവല്ലിയായി ആദില. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഏഷ്യാനെറ്റിന്റെ പ്രൊമോയിൽ കണ്ടത്. നമ്മുടെ അനുമോളും ആദിലയും നൂറയും കൂടെ കട്ടിലെ കിടക്കും. അപ്പോൾ അനീഷ് വന്നിട്ട് അതിലെ എഴുന്നേറ്റ് പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട്. താൻ പോടും എന്ന് ധിക്കാരത്തോടുകൂടി അനീഷിനെ പറയുന്നുണ്ട്. അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, അതിലെ പാത്രം കഴുകും. ഇല്ല, താൻ തൻ്റെ പണി നോക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞ് അനീഷ് പോകുന്നു. അതില അനീഷിൻ്റെ ബെഡിൽ കിടന്ന് ബെഡ്ഷീറ്റും പുതപ്പും തലവണ എല്ലാം വലിച്ചെറിയുന്നുണ്ട്. അപ്പം നമ്മുടെ അനുമോളും നൂറയും പറയുന്നുണ്ട്, അതിലെങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ് എന്ന് പറയുന്നുണ്ട്. ഇവള് കേൾക്കുന്നില്ല, കേൾക്കാൻ പാടില്ല. അനീഷ് നേരെ പോയി പാത്രം കഴുകുന്നു. അവിടെ ചെന്ന് വെള്ളമെല്ലാം കൂടെ എടുത്ത് എറിയുന്നു. അനീഷിൻ്റെ ദേഹത്തേക്ക് വെള്ളമെല്ലാം തെളിപ്പിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നാഗവല്ലി ആയിരിക്കുവാണ് ആദില. ഈ അനീഷിനോട് ഇവർക്ക് എന്താണ് ഇത്ര പക? അനീഷിനോട് വ്യക്തിപരമായി കാണിക്കുന്ന പോലെ ആദില നല്ല കണ്ടസ്റ്റൻസ് ആണ്. റിയാസിന്റെ വരവോടുകൂടി അവർ ആകെ മാറി. ഭയങ്കര അഹങ്കാരം കയറി. ലാലേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഓർത്ത് പുറത്ത് വെറുക്കെന്തോ ഭയങ്കര ഇതാന്നൊക്കെ കണ്ട് അതിൽ ഭയങ്കരമായിട്ട് നൂറ അങ്ങനെയൊന്നുമില്ല. നൂറയ്ക്ക് അനീഷിനോട് അങ്ങനെ വൈരാഗ്യമൊന്നും കാണിക്കുന്നതായിട്ടൊന്നുമില്ല. നൂറ പലപ്പോഴും പറയും, മോളങ്ങനെ ചെയ്യരുത്. പലപ്പോഴായിട്ട് അനീഷിനോട് ഭയങ്കരമായ വ്യക്തിവൈര്യം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നാഗവല്ലിയുടെ പ്രേതം ഏതാണ്ട് കയറിയിട്ടുണ്ടെന്ന് തോന്നി ആദിലയുടെ ശരീരത്തിൽ. നമ്മളൊരു കാര്യം നോക്കാൻ ഇത് അവര് അനീഷ് അത്രയ്ക്കും ഇതുള്ള വ്യക്തിയായതുകൊണ്ടാണ് പുള്ളി പോയി പാത്രം കഴുകുക. ആ പാത്രം പോയി എടുത്തെറിയുക എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? താൻ ചെയ്യേണ്ടെന്നും പറഞ്ഞു ആ കർണക്കുറ്റി കയറ്റി ഒരൊറ്റ പൊട്ടീര് കൊടുക്കാതെ തന്നെ എനിക്കങ്ങനെ തോന്നിയത്. അത് പെണ്ണിന്റെ പേരിലോ അല്ല, ഇതൊന്നും അല്ല. അത്രയ്ക്ക് അഹങ്കാരം കാണിക്കും. കർണക്കുറ്റി കയറ്റി ഒരെണ്ണം കൊടുക്കാണ്ടായിട്ട് തോന്നി. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ അറിയാം. ലൈവ് വന്നിട്ടില്ല. ഇപ്പം ലൈവ് എല്ലാവരും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിലിടെ ഇല്ല. വളരെ മോശമായ കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.